നിങ്ങളുടെ യൂണിയൻ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് എത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പൈലറ്റ് ടീമാണ് നമ്മൾ ആവേശത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അമൂക്ക അതുപോലെ ജിസ്ബ, ശ്രീധരൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന സംരംഭങ്ങൾ പൈലറ്റ്. നിങ്ങൾ കുറെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. മഹേഷിന്റെ പ്രതികാരം, മായാനദി, കുംബ്ലകി ലൈറ്റ്സ്, രോമാഞ്ചം, ആവേശത്തിലെ മറ്റേ പോസ്റ്ററുമാണ്. ആക്ച്വലി ഓൾറെഡി ഡയറക്ഷൻ ടീമിലായിരുന്നു. അപ്പോൾ സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യുന്ന സമയത്താണ് ഈ പടം വരുന്നത്. അപ്പം എനിക്കതിൽ ആദ്യം നായകനാവാൻ പറ്റി. ഞാൻ ആദ്യം നായകനാവുന്ന സിനിമ കൂടിയാണ് പൈലറ്റ്. അതുപോലെ ഈ സിനിമയിൽ എനിക്ക് രണ്ട് നായകന്മാരുണ്ട്, ജിസ്ബ ആൻഡ് അനശ്വര. രണ്ട് നായകന്മാരെ കിട്ടി. അതുപോലെ സന്തുണ്ട്, റോഷനുണ്ട്, ലിജോ ചേട്ടൻ, ജോസ് പല്ലിശ്ശേരി, റിയാസ് ഖാൻ, അങ്ങനെ കുറച്ച് താരങ്ങളുടെ സിനിമകളുണ്ട്. നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ വരുന്നത്. ഇപ്പം കഴിഞ്ഞ വീക്കെൻഡൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു. നല്ല കുറവുണ്ട്, പക്ഷെ ആൾക്കാർ ഭയങ്കര കുറവുണ്ട്. ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത് നിങ്ങളെയൊക്കെ പടം കണ്ടുപോയി സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യത്തിൽ അമ്മാൻ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും പടത്തിൽ സുഖം ഇഷ്ടപ്പെടും. എന്തായാലും നിരാശപ്പെടുത്തില്ല. എന്തായാലും തിയേറ്ററിൽ പോയി കാണാം. ഭയങ്കര ലൗഡായിട്ടുള്ള ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരു പടമാണ്. ഭയങ്കര എക്സെൻട്രിക്കാണ് ക്യാരക്ടേഴ്സൊക്കെ. ഒരു 100 രൂപ കൊടുത്ത് 100 രൂപ തന്നെ നമ്മൾ 150 രൂപ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അപ്പൊ ആ പടം കാണുമ്പോൾ ആ ഒരു വേണ്ടിലോട്ട് കയറാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു പൈലറ്റ് ഫീവർ നമുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ രംഗനാണ്. ഫാദിക്കയുടെ അണിയിലൂടെ എത്തിയിട്ടുണ്ട് നവീൻ നാസിർ. വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ഇതുപോലെ തന്നെയാണ്. ആവേശത്തിന് ശേഷം തിരക്കഥ ഒരുക്കി അതിൽ പ്രൊഡ്യൂസറും ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം നല്ല പേര്. എന്താണ് ഒരു ഇഷ്ടമുള്ളത് സംസാരിക്കപ്പെട്ടത്? നവീനെ കേട്ടിരുന്നോ? എന്താ ടീമാണ്? പിന്നെ നിങ്ങളിപ്പോ കുറച്ച് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. 8 പാട്ട് ജസ്റ്റ് വർഗീസ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഹാർട്ട് അറ്റാക്ക്, ബേബി, ലോക്ക്, അങ്ങനെ 1-2 സോങ്ങുകളൊക്കെ കഴിഞ്ഞു. അതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണ്, വളരെ സന്തോഷമുണ്ട് കാണാൻ പറ്റി. ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഇതെല്ലാം പറയാം.
പ്രിയ സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ യൂണിയൻ ഉദ്ഘാടനം കഴിഞ്ഞ് ആ വേദിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. യൂണിയൻ എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ യൂണിയൻ പ്രവർത്തനങ്ങൾ മനുഷ്യന് വളരെ ഉപകാരപ്രദമായ രൂപത്തിൽ ചെലവഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം പറയാനുള്ളത്, പൈങ്കിളി എന്ന സിനിമ തീർച്ചയായും നിങ്ങൾക്ക് ചിരിക്കുവാനും ഇങ്ങനെ ആർത്തട്ടസിക്കാനുള്ള സൗകര്യങ്ങളുള്ള ഒരു സിനിമയാണ്. ആ സിനിമ കാണാൻ എത്ര പേര് കണ്ടു? സിനിമ ഒന്ന് കൈവയ്ക്കുക. ആരും കണ്ടല്ലോ അല്ലേ? അപ്പൊ ഒരു കാര്യം ഇവിടെ ആഗ്രഹ കുട്ടി പറഞ്ഞ മാതിരി നിങ്ങൾ ഇത്രയും കോളേജുകളുടെ ഹെഡാണ്. ബാക്കിയുള്ളവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തുകൊണ്ട് എല്ലാവരും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഈ സിനിമ എല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നമ്മുടെ അമ്പാൻ നായകനായിട്ട് വരുന്ന ആദ്യത്തെ സിനിമയാണ്. അമ്പാൻ നായകന് ആദ്യ സിനിമയാണ്. അത് മാത്രമല്ല, അതിൽ അമ്പാന്റെ അച്ഛനായിട്ട് എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു. അത് നിങ്ങൾ വിജയിപ്പിക്കണം. ശ്രീജിത്ത് ഡയറക്ടറുടെ ആദ്യ സംരംഭമാണ്. പിന്നെ ഫഹദ് ഫാസിലും അതുപോലെ ജിത്തു മാധവനും കൂടി ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം വൻ വിജയമാക്കി തീർക്കുവാൻ നിങ്ങൾ ഏവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബോഡി ട്രാൻസിഷൻ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യലി ഗേൾസിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ജിസ്മ ചേച്ചിനെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ പബ്ലിക് ഇവന്റ്സിനൊക്കെ പോകണത്. ഞങ്ങളങ്ങനെ ഇതുവരെ അങ്ങനെ പരിപാടികൾക്കോ ഇന്റർവ്യൂസിലോ ഒന്നും പോയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപാട് സ്നേഹം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹം തിയേറ്ററിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. നിങ്ങളെല്ലാവരും പോയി കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, പേഴ്സണലി മെസ്സേജ് അയക്കണം കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. കാരണം യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ കമന്റ് ബോക്സിൽ മെസ്സേജ് അയക്കാം. കാരണം മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. യൂട്യൂബിൽ കാരണം വീഡിയോയുടെ അടിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് റെസ്പോൺസ് അറിയാൻ പറ്റും. വീഡിയോ എന്തോരം ഇഷ്ടപ്പെട്ടു, ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെട്ടോ, അഭിനയം ഇഷ്ടപ്പെട്ടോ, അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ വർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ സിനിമയിലും എനിക്കിങ്ങനെ എന്താണ് സംഭവം എല്ലാവരും റെസ്പോണ്ട് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് ശീലമായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും കണ്ടിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ. കാണോ? നമസ്കാരം. നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയില്ല. നിങ്ങളാരും സിനിമ കണ്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? കണ്ടോ? എത്ര പേരുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഒരാളോ? അപ്പൊ എല്ലാരും സിനിമ എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറയുകയാണ്. എന്തായാലും ഇത് ഗ്യാരണ്ടിയാണ്. ചിരിച്ചു ഉറപ്പാണ്. ഇല്ലല്ലോ ഇൻസ്റ്റയിലോ ഇത് ചിരിക്ക് ഗ്യാരണ്ടിയാണ്. ഉറപ്പായിട്ട് കാണണം. നാളെ കാണണം പ്ലീസ്. ഓക്കെ, താങ്ക് യു. സർ. നമ്മുടെ പ്രായോഗിച്ചൊരു ചുള്ളൻ ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട്. റോഷൻ ഷാനവാസ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ദിവ്യമാന്റെ ശാന്തത കാര്യങ്ങളൊക്കെ റോഷൻ ഷാനവാസ്. ഹലോ. ഒരുപാട് സന്തോഷം ഇവിടെ ഈ യൂണിയൻ ലീഡേഴ്സ് എത്തിച്ചേരാൻ സാധിച്ചത്. ഇപ്പോൾ ഫൈനലി കാണാത്ത കുറേ പേരുണ്ടെന്ന് അറിയാം. നിങ്ങളെല്ലാവരും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഫൈനലി തിയേറ്ററിൽ കാണാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഫൈനലി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ 1-2 തവണ കാണുന്നത് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഫൈനലി കാണണം. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് സംസാരിക്കാൻ വരുന്നു ചന്ദ്രചേട്ടൻ.
പറഞ്ഞ ഇവിടെ ഒരു പുതിയ ബ്ലോഗ് കിട്ടുന്നുണ്ട്, അത് 2 പേരാണ്. ഞാൻ കൊടുത്ത സപ്ലിമെന്റ്സ് എടുത്തിട്ടാണ് ബ്ലോഗ് കിട്ടുന്നത്. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതാണ് അതിപ്പോ പൈങ്കിളി പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നിങ്ങളെല്ലാവരും പിന്നെ ശ്രീധരനും ഒരു കാര്യം പറയാമെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും പോയി കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് 2-3 ദിവസത്തിനുള്ളിൽ തിയേറ്ററിൽ എടുത്ത് മാറ്റും. നിങ്ങളെല്ലാവരും പോയി കാണില്ലേ? ഉറപ്പല്ലേ? ഒരു ഷാദോല്ലേ? ആ കാണാം. നിങ്ങളെനിക്ക് വിശ്വാസമാണ്. കാരണം നിങ്ങള് നമ്മളുടെ ഞാൻ പഠിക്കുന്ന കോളേജിലെ ഹെഡാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെന്തായാലും നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസം. നിങ്ങളെന്തായാലും കാണുമെന്ന് അപ്പൊ എന്തായാലും കണ്ടിട്ട് ഡിസ്കറേജ് പറഞ്ഞാല് എല്ലാവരും ഇരിക്കുന്ന സേവനം ഞാൻ റിപ്ലൈ പിന്നീട് അങ്ങോട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവരും കാണണം. ഓക്കെ, കാണില്ലേ? എത്ര പറയാനുള്ളൂ. അടുത്ത ക്ലാസ്സിൽ തലയിൽ ലൈക്ക് കഴിയണം. അപ്പം എൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ 2ാമത്തെ പടമാണ്. 7 ഞാൻ അസിസ്റ്റ് ചെയ്ത പടമാണ് പൈങ്കിളി. എൻ്റെ 2ാമത്തെ പടമാണ്. ശ്രീജിത്തായിട്ട് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഭാഗ്യം. അമ്പാൻ നായകനായ പടത്തിൽ ഞാൻ 7 എൻ്റെ ഫസ്റ്റ് പടം ആവേശമായിരുന്നു. എൻ്റെ സെക്കൻഡ് പടം ഇതിലൂടെ ചെയ്യാൻ പറ്റി എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ നാളത്തേക്കാണ് ഇന്ന് തന്നെ കാണാൻ നോക്കും നമ്മുടെ പടം. ടിക്കറ്റ്സ് ഉണ്ട്, ഇറ്റ്സ് ഓപ്പൺ. നിങ്ങളാണ് നമ്മുടെ ഹോപ്പ്. എല്ലാവരും വിജയിപ്പിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓഡിയൻസിന് വരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇവരോട് ഹോസ്റ്റലിൽ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എല്ലാവരും സിനിമകളല്ല ഹോസ്റ്റലിൽ ഉണ്ടാക്കിയത്. അശ്വരില്ല വന്നിട്ടില്ല. MG യൂണിവേഴ്സിറ്റി ഹെഡാണെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒരാളില്ലേ? ആർക്കാ മൈക്ക് വേണ്ട? Firstly, a great welcome and a huge thank you. Your movie is great, and we all are going to enjoy it this weekend. So that's the promise. So I think this one is for a സിനിമ ചെയ്യാന്നുള്ളത് അൾട്ടിമേറ്റ് ലക്ഷ്യത്തിൽ കിടക്കുന്ന ഒരു കാര്യമായിരുന്നു. ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് മൂവി ആയിട്ട് ചെയ്യുമ്പം എനിക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത്. ജിത്തു ചേട്ടൻ്റെ വൈഫുണ്ട്, ഷിഫ്ന എന്ന പുള്ളിക്കാരുടെ പേര്. ഷിഫ്നയാണ് എനിക്ക് ആദ്യമേ മെസ്സേജ് ചെയ്യുന്നത്. ഷിഫ്ന ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ രോമാഞ്ചം എന്ന് പറയുന്ന മൂവിയുടെ ടൈമിലും എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോൾ എൻ്റെ നമ്പർ കോൺടാക്ട് നമ്പർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തിയേറ്ററിൽ ആവേശത്തിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ജിത്തു മാധവൻ എന്ന് പറയുന്ന ഡയറക്ടർ യൂട്യൂബിൽ കുറേ ആൾക്കാരെ ആക്ടേഴ്സായിട്ട് എടുക്കുന്നുണ്ട്, എനിക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടുമായിരിക്കും, കുറേ വീഡിയോസ് ചെയ്യുന്നതല്ലേ എന്ന് എനിക്ക് വെറുതെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. ഒരു 2-3 വീക്സ് കഴിഞ്ഞപ്പോൾ റാൻഡംലി ഐ ഗോട്ട് എ ടെക്സ്റ്റ് മെസ്സേജ് ഇൻ വാട്സാപ്പ് ഫ്രം ജിത്തു മാധവൻ. അപ്പോൾ ജിത്തുചേട്ടനിങ്ങനെ പറഞ്ഞത് അതായത് എന്താ ഒരു വാക്കിംഗ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്രീ ആകുമ്പോൾ ഒന്ന് കോൾ ചെയ്യാൻ പറ്റുമോ?
പ്രൊമോട്ട് ചെയ്യണം എന്നിട്ട് റെഡി ആയിട്ടിരുന്ന് കോൾ ചെയ്തു. അപ്പോൾ സുജയുടെ പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്, അതുപോലെ സത്യനാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. കഥ കേൾക്കാൻ വരുന്നു, സ്റ്റോറി പറയാം, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെയ്യാമോ എന്ന് പറഞ്ഞു. 5 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ്, കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റോറി കേൾക്കാൻ പോകാം. ഞങ്ങൾ അന്ന് തന്നെ സ്റ്റോറി കേൾക്കാൻ പോയി. സ്റ്റോറി കേട്ടാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ യെസ് പറഞ്ഞു. പിന്നീട് കുറേ നാളിന് ശേഷമാണ് സിനിമയുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് സ്റ്റേജ് ബൈ സ്റ്റേജ് പ്രോസസ്സാണ്. നമുക്ക് ബ്രെയിൻ പ്രോസസ് ചെയ്യാനുള്ള ടൈം കിട്ടി. ഇന്ന് വന്നിട്ട് നാളെ ഷൂട്ടാണെങ്കിൽ ഞെട്ടിപ്പോയത്. ഇങ്ങനെ ഡെയിലി ഓക്കെ ഞാനൊരു സിനിമയിലാണ് ഫൈനൽ ഇറങ്ങിയിട്ട് പോവാണ് എന്ന് പ്രോസസ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടി. അപ്പോൾ പിന്നെ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഞാൻ മീറ്റ് ചെയ്തു. റീഡിങ് സെഷൻസ് ഉണ്ടായിരുന്നു. ക്യാരക്ടറിനെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. ഇറ്റ് വാസ് നൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂടുതൽ സിനിമകൾ വരുന്ന പ്രതീക്ഷിച്ചു. Thank you, Miss Melody. Thank you. ഒരാഴ്ചത്തേക്ക് വന്നതാ. എൻ്റെ വീട് വടകരയാ. അപ്പോൾ വലിയ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനൊന്ന് എൻ്റെ വലിയ ആഗ്രഹം ഡിസ്കഷൻ ഒന്ന് അടുത്ത് കാണാം, നടക്കുമെന്ന് കാണാൻ പറ്റുമോ? ഇവിടെ ഇതിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എൻ്റെ ക്വസ്റ്റ്യൻ കേൾക്ക് ക്വസ്റ്റ്യൻ കേൾക്ക്. ക്വസ്റ്റ്യൻ അതായത് എനിക്കൊക്കെ ഡിസ്പ്ലേഷനൊക്കെ കൂടുതൽ ഇഷ്ടമാകാൻ കാരണം പിന്നെ തുടക്കം മുതൽ ചിക്കൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റി. എനിക്ക് കാണാൻ കൂടുതൽ നിർത്താൻ തോന്നേ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് പാഷൻ എന്ന് പറയുന്നത് സ്പോർട്സാണ്. അപ്പോൾ അതിൽ ഓരോ രീതിയിലുള്ള സ്ട്രഗിൾസ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ സക്സസിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും മോസ്റ്റ് ഓഫ് ആൾക്കാർ. അപ്പോൾ യൂത്തിനോട് എന്നാ പറയാനുള്ളത്, ബിസിനസ് എന്നാ പറയാനുള്ളത്? ടഫ് ക്വസ്റ്റ്യൻ. ഒരു 2 മാസം മുന്നേ ഞാൻ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ആദ്യം തന്നെ ബിലീവ് ഇൻ യുവർസെൽഫ്. നമ്മളൊരു പോയിന്റിൽ വെച്ചിട്ട് പോലും നമ്മുടെ ലക്ഷ്യത്തിൽ ഡ്രോപ്പ് ചെയ്യാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുറേ പേര് നമ്മുടെ അടുത്ത് പറയും ഇത് റൈറ്റ് ട്രാക്ക് ആവാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ഒത്തിരി പേര് ചിലപ്പോൾ നമ്മൾ പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ അടുത്തേക്ക് എത്തും. മാനിഫെസ്റ്റ് വിൽ ഡെഫിനറ്റ്ലി കം ടു യു. Any other question? ഹലോ, നമസ്കാരം. എൻ്റെ പേര് ആദ്യം തന്നെ ടീം ഫൈനലിലേക്ക് ബെസ്റ്റ് വിഷസ്. നിങ്ങളുടെ സിനിമ ഒരു വിജയമായി മാറട്ടെ. എൻ്റെ ചോദ്യം അപസാരമാണ്. സാറിൻ്റെ സിനിമകൾ 90s തൊട്ട് കാണുന്നതാണ്. സാറിൻ്റെ വില്ലൻ വേഷനാണ് റീസെൻ്റ്ലി ചെയ്യുന്നത്. ഹ്യൂമർ ക്യാരക്ടേഴ്സ് ആണ്. സാർ എപ്പോഴെങ്കിലും ഈ അടുത്തെങ്ങാനും ഒരു വില്ലൻ വേഷം തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ? ഒരു കട്ട വില്ലൻ വേഷം ഉടനെ തന്നെ ഉണ്ടാവും. അത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇതുണ്ട്. ഓക്കെ, ഇത് കോമഡി തന്നെയാണ്. നന്നായി ചിരിക്കാൻ നിങ്ങൾക്ക് ആർത്ത് ചിരിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. വില്ലൻ വേഷത്തിൽ ഉടൻ തന്നെ ഒരു പടം വരുന്നതാണ്. അത് മനസ്സിൽ ഒതുക്കി വെക്കുകയാണ്. എല്ലാവരും ചോദിക്കുക ആവശ്യം. നായകനായിട്ടുള്ള ആദ്യത്തെ സിനിമയാണ്. അതിലെനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം ഇതിൽ അമ്പാന്റെ
അതായത് സജിന്റെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അച്ഛനും മകനും ആ കോമ്പോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സജിൻ രണ്ടുപേരും സംസാരിക്കും. ഞാൻ ചക്കു പറഞ്ഞോളൂ, ഞാനും ജോലിക്കാരനാണ്. ഞാൻ സപ്ലൈയുടെ കിടക്കുന്ന ഒരുപാട് പറയാൻ കിട്ടില്ല. അത് പറയണം, എടുത്ത് പറയണമെന്ന് വിചാരിച്ചത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. എൻ്റെ ഞാൻ നാടകത്തിനാണ് സിനിമയിൽ വന്നത്. അപ്പം നാടകത്തിലേക്ക് കൊണ്ടുപോകുന്നത് AP അനിൽകുമാർ സാറുണ്ടായിരുന്നു. ഇവിടെ ഒരു 6 months മുന്നേ റിട്ടയറായി. അതിൻ്റെ അറിയിലേക്ക് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ഓർക്കുന്നില്ല. AP അനിൽകുമാർ സാർ. അപ്പോൾ ഞാൻ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? എന്നോടല്ല, മൊത്തത്തിൽ. ഹലോ, എൻ്റെ ചോദ്യം സൈലന്റിനോടാണ്. ഈ അടുത്ത് ഒരു നാടകോത്സവം ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു വില്ലൻ വേഷമാണ് ഞാൻ ചെയ്തത്. അപ്പൊ എന്റെ റെഫറൻസ് എന്ന് പറയുന്നത്, ഒരു റെഫറൻസ് ചേട്ടൻ തന്നെ ചെയ്ത പൊന്മാനിലെ ആ മോനായിരുന്നു. ഒരു ക്രൂരനായ മകൻ. അപ്പൊ എന്നോട് എന്റെ കൂട്ടുകാരൻ പറഞ്ഞത് വേറൊരു അറാമ്പറന്നൊരു മോനാണെന്നാ പറഞ്ഞത്. വേറെ അറാമ്പറന്നൊരു മോനാണെന്ന് പറഞ്ഞത്. അത്രയ്ക്ക് വൃത്തിയായിട്ടൊരു മോനാണെന്ന് പറഞ്ഞു. അപ്പോ ആ ക്യാരക്ടറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, ചേട്ടൻ തന്നെ പറഞ്ഞു. ഇപ്പോ നാടകത്തിൽ നിന്നാണ് വന്നത്. അപ്പൊ ആ ക്യാരക്ടറിലേക്കുള്ള ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ക്യാരക്ടറിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആക്ച്വലി ബ്രോ, പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ 4-5 ചെറുപ്പക്കാരെന്ന് പറഞ്ഞൊരു നോവലാണ്. GR ഗോപന്റെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, കുറച്ച് വായിച്ചിട്ടുണ്ടോ. അപ്പോൾ അത് സിനിമയായാണ്. അപ്പോൾ അത് ഒരു നോവല് സിനിമയായിട്ട് മാറാന്ന് പറഞ്ഞാൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതങ്ങനെ സംഭവിച്ച് അത് ഹിറ്റ് ആവുകയും ചെയ്തു. അപ്പൊ അതിന് ഭാഗം പറ്റില്ല. ആദ്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആവേശം ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ജ്യോതിഷ് ശങ്കർ, അതിന്റെ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അപ്പൊ ഞാൻ ആവേശത്തിന് വേണ്ടിയിട്ട് 97 കൂട്ടി ഷൂട്ടൊക്കെ കഴിഞ്ഞ് പഴയ പോലെ തിരിച്ചൊരു 85-84 ഇതേപോലെ ആയിരുന്ന സമയത്താണ് ജ്യോതിഷ് ശങ്കർ എൻ്റെ അടുത്ത് വന്നിട്ട് കഥ പറയുന്നത്. അപ്പൊ ഓൾറെഡി നോവൽ വായിച്ചപ്പോൾ കഥ കേട്ടപ്പോൾ മലപോലെ രാക്ഷസൻ ആയിരിക്കണം ഇയാള്. അപ്പൊ അത് പടം നിങ്ങൾ കണ്ടാ പൊന്മാൻ കണ്ടോ നിങ്ങൾ? എങ്ങനെയുണ്ട്? താങ്ക് യു. അപ്പൊ അങ്ങനെ ഒരു ഫീൽ വേണമെന്ന് പറഞ്ഞപ്പോ എനിക്കെന്നെ തോന്നി ഓക്കെ. പിന്നെ ഇയാളൊരു കായൽ പണിക്കാരനാണ്. ഇയാള് ജനിച്ചു വളർന്നതൊക്കെ കായലിനോട് തൊട്ടടുത്താണ്. അപ്പൊ ഈ പറഞ്ഞ പുള്ളി തുഴയാൻ എപ്പോഴും വഞ്ചിയിലേക്കാണ് നടക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് തുഴയിൽ പഠിക്കാൻ വേണ്ടി 2 ആഴ്ച മുന്നേ കൊല്ലത്ത് ഷൂട്ടിന് മുന്നേ പോവുകയും അതിനുവേണ്ടി ഈ പറഞ്ഞ വണ്ണം വെക്കുകയും ചെറിയ രീതിയിൽ മിനിമലായിട്ട് കൊല്ലം സ്ലാങ് ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആവേശത്തില് ആ ക്യാരക്ടർ അമ്പാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ ആ സെറ്റിൽ വെച്ച് ഞാൻ വരുമ്പോ. അപ്പോൾ എനിക്കത് അതായിട്ടൊരു ബന്ധമില്ലാതെ കുറച്ച് കോൺട്രസ്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ പഠിക്കണമെന്ന് സ്ക്രിപ്റ്റിലും നോവലിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണം തരാൻ തോന്നണം, അല്ലെങ്കിൽ എന്നെ ഇടിക്കാൻ തോന്നണം. അങ്ങനെ പഠനങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുമ്പോൾ ഒരു ചേച്ചിയുടെ വീഡിയോ ഒക്കെ വൈറലായിരുന്നു. തിയേറ്ററിൽ നിന്നൊക്കെ ഒരു അമ്മയുടെ ചേച്ചി അവനെ കിട്ടണം, അവനെ കിട്ടുന്നത് ഞാൻ വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതൊക്കെ നമ്മള് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ക്യാരക്ടർ വർക്കായി. അതുപോലെ തന്നെ ചെയ്യാൻ വിക്രം സാർ ഓൾറെഡി ജ്യോതിഷ് ശങ്കർ ഡയറക്ടറിനെ വിളിച്ചിട്ടുണ്ട് പടം കൊണ്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ പുള്ളിക്ക് തോന്നിയത് എനിക്കവിടെ തരണമെന്നാണ് തോന്നിയത്. അപ്പോൾ ക്യാരക്ടർ വർക്കായി കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് മാനസികത്തിലാണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ശ്രമിക്കുന്നു. ഇനിയുള്ള സിനിമകളാണെങ്കിലും ഇനി വരാൻ പോകുന്ന സിനിമകളാണെങ്കിലും ആക്ച്വലി പൈകിളി കാണുമ്പോൾ ഭയങ്കര അറിയാൻ പറ്റും. ഇപ്പൊ മരിയാനും അല്ല, അമ്പാനല്ല, അതിന് മുമ്പ് ചെയ്ത ക്യാരക്ടേഴ്സ് ഒന്നും അല്ല. ഇത് സുഖു വേഴാമ്പൽ. പുള്ളിയുടെ ഫേസ്ബുക്ക് ഐ ഡി ആണ് സുഖു വേഴാമ്പൽ. സുകുമാറാണ് പേര്. സുകുമാർ അച്ഛൻ. അച്ഛൻ്റെ മരിച്ചുപോയ കൂട്ടുകാരുടെ പേരാണ് സുഖു. ആ പേര് എനിക്കുണ്ട്. അങ്ങനെയാണ്. അപ്പൊ അതാണ് ബ്രോ. താങ്ക് യു. ഒരു ഫോട്ടോ അബൂക്കാനപ്പോ
ഫോട്ടോ എടുക്കണം. കേറിപ്പോയി ചന്തു ചേട്ടാ, ഇവിടെ റീലിൽ ചേട്ടൻ ഒരു കട്ട് ഇറങ്ങിയായിരുന്നു. തിയേറ്ററിൽ കയറി വരുമ്പോ ശ്രീനിവാസൻ സാറിന്റെ ഇന്റർനെറ്റ് സാറിന്റെ ഡയലോഗ് പറയുന്നു. ചേട്ടൻ കണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. ആ ഡയലോഗ് ഞങ്ങൾക്ക് ഒന്നുകൂടി പറയാമോ? ഇവിടെ ആൾക്കാർ ലൂസ് അടിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്താ പറയണോ? ആ സൗണ്ട് ഞാൻ വേറെ എവിടെ കേൾക്കണല്ലോ. എന്റെ പേരെ നോക്കുന്നല്ലോ. എന്റെ ആദ്യത്തെ പറയാൻ അച്ഛൻ്റെ എല്ലാത്തിലാണ്. ഇതുപോലുള്ള താരങ്ങൾ ഉണ്ടാകുന്നത് അവരുടെ കഠിനാധ്വാനം കൊണ്ടും ബുദ്ധിയുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അല്ലാതെ ഒരിക്കലും എഫേർട്സിലൂടെ അല്ല. സജിൻ കുമാറില്ല, ഞാനല്ല. ഗൈസ് എന്താ ഓർമ്മ വരുന്നത്? ബോംബെ എന്ന് പറഞ്ഞിട്ട് ധർമ്മേന്ദ്രന്റെ കൂടെ ടാക്സിയിൽ വന്ന മണവാളന്റെ ഓർമ്മ പറഞ്ഞെങ്കിലും മണവാളന്റെ ബിസി വർഷം. അടുത്തതായി ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, മണവാള ക്വസ്റ്റ്യൻ. So good evening everyone. I'm so happy to meet you guys here. And ഞാൻ ഇവിടെ സെം എക്സാം നടന്നുകൊണ്ടിരിക്കുക. എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഓടി വന്നതാണ്. ഞാൻ ക്ലാസ് പിള്ളേരുണ്ട് ഇവിടെ. സോ അത്രയും സന്തോഷം എല്ലാവരെയും കാണാൻ വരുന്നത്. അടുത്ത ദിവസം എക്സാം ഉണ്ട്. എന്നിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഇറ്റ്സ് ടു മീറ്റ് യു ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം അത് സ്പെസിഫിക്കലി ഇന്നാണ് എന്നുള്ള രീതിയിലല്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫീൽഡിൽ നമ്മൾ പഠിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നിന്ന് മറ്റൊരു ഫീൽഡിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഡൗട്ട് ലൈക്ക് ഈസ് ദിസ് റിയലി മൈ ഫീൽഡ് എന്നുള്ള രീതിയിൽ ഒരു ഡൗട്ട് വരികയാണെങ്കിൽ നമ്മൾ മറ്റൊരു ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ, അതിപ്പോൾ മൂവി ഫീൽഡ് ആവട്ടെ മറ്റെന്തെങ്കിലും ഫീൽഡ് ആവട്ടെ, അപ്പോൾ നമ്മൾ വേറൊരു ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്താണ് ഫ്രം യുവർ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്? ആൻഡ് സക്സസ് എന്നുള്ള രീതിയിൽ ജിസ്മേച്ച് നേരത്തെ പറഞ്ഞിരുന്നു. പ്ലീസ് ലെറ്റ് മീ നോ ശരിക്കും എങ്ങനെയാണ് ഓരോ വ്യക്തിയും ഓരോരുത്തരുടെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ. ആരെങ്കിലും ഐ തിങ്ക് അബുക്ക കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. സോ ഫ്രം യുവർ ലൈഫ് ഐ തിങ്ക് വി ക്യാൻ ലേൺ മെനി തിങ്സ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഒരു മേഖലയിൽ, മൂന്ന് മേഖലയിലാണ് ഞാൻ സഞ്ചരിച്ചത്. ഒന്ന് ബോഡി ബിൽഡിംഗ്, പോലീസ്, സിനിമ. ഈ മൂന്നും എൻ്റെ ചെറുപ്പത്തിലുള്ള ആഗ്രഹങ്ങളായിരുന്നു. ആ മൂന്ന് തലത്തിലേക്കും എനിക്ക് എന്നെ കഴിയുന്ന വിധത്തിൽ ഉയരത്തിലെത്താൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബോഡി ബിൽഡിങ്ങിൽ ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ബോഡി ബിൽഡർ ആണെന്ന്. അന്നൊന്നും യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു, വയനാട്ടിലായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഞാൻ പോലീസിൽ ചേർന്നതിന് ശേഷം തലശ്ശേരിയിൽ വെച്ചാണ് ആദ്യമായി ഒരു ജിംനാസ്റ്റിക്കിൽ പോകുന്നത്. അതിനുശേഷം മത്സര രംഗത്തേക്ക് വന്നു. 81 മിസ്റ്റർ കോഴിക്കോട്, 82 മിസ്റ്റർ കേരള, 83 മിസ്റ്റർ സൗത്ത് ഇന്ത്യ, 84 മിസ്റ്റർ ഇന്ത്യ. 2 പ്രാവശ്യം കൂടി മിസ്റ്റർ സൗത്ത് ഇന്ത്യ 86 and 87 മിസ്റ്റർ സൗത്ത് ഇന്ത്യയായി. രണ്ടാം തവണ 1992 മിസ്റ്റർ ഇന്ത്യ പട്ടം കിട്ടി. അതിനുശേഷം ഇന്റർനാഷണൽ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തു. ജക്കാർത്തയിൽ വെച്ച് നടന്ന മത്സരത്തിൽ പങ്കെടുത്തു, ബോഡി ബിൽഡിംഗ് ആളുകളുടെ. അത് കഴിഞ്ഞ് സിനിമ, രാജൻ പറഞ്ഞ കഥ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത്.
1976 ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. നമ്മുടെ കവിയർപ്പന ചേച്ചിയുടെ ഭർത്താവ് മണിസ്വാമിയായിരുന്നു അതിൻ്റെ ഡയറക്ടർ. ആ സിനിമയാണ് തുടക്കം കുറിച്ചത് അഭിനയത്തിൽ. ആ സിനിമയിൽ തന്നെ രാജനെ ഉരുട്ടുന്ന പോലീസായിട്ടാണ് അഭിനയിച്ചത്. വില്ലൻ വേഷത്തിൽ കൂടെ തന്നെയാണ് കടന്നു വന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി മുതലായ ചിത്രങ്ങൾ 300 പരം സിനിമകൾ അഭിനയിച്ചു. 50-ാം വർഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സിനിമയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷ പരിപാടി അടുത്ത് തന്നെ കോഴിക്കോട് വെച്ച് ഉണ്ടാവും. പിന്നെ പോലീസിൽ ഞാൻ മലബാർ സ്പെഷ്യൽ പോലീസിൽ 1979 അതായത് എംപ്ലോയ്മെന്റിന്റെ ലാസ്റ്റ് ബാച്ച്, അതായത് പിന്നീട് PSC ആണ് വന്നത്. എംപ്ലോയ്മെന്റ് ലാസ്റ്റ് ബാച്ചിലാണ് ഞാൻ പോലീസ് കോൺസ്റ്റബിളായി ചേർന്ന് മലബാർ സ്പെഷ്യൽ പോലീസിൽ നിന്ന് പിന്നെ ലോക്കലിൽ പോയി മിസ്റ്ററിന്റെ കിട്ടി, പ്രൊമോഷൻ കിട്ടി. അങ്ങനെ ഒരു ഓഫീസറായിക്കൊണ്ട് പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ പറ്റി. 2012 ഞാൻ റിട്ടയർ ചെയ്തു. ഇപ്പോഴും നമ്മൾ ബോഡി ബിൽഡിങ് മത്സരത്തിന് പോകുന്നില്ലെങ്കിലും ആ ഫിറ്റ്നസ് നിലനിർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയിലും അന്ന് കൂടുതൽ നമുക്ക് പോലീസിൽ ജോലി ആയതുകൊണ്ട് കൂടുതൽ വേഷങ്ങൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ നല്ല സമയമുണ്ട്, നല്ല സിനിമകളും കിട്ടുന്നുണ്ട്. ഭീഷ്മപർവം എന്നൊരു സിനിമ എനിക്ക് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ അഭിനയ ജീവിതത്തിൽ ഒരു മാറ്റം തിരിപ്പിച്ച ഒരു സിനിമയാണ്. അതിനുശേഷം നല്ല നല്ല റോളുകൾ കിട്ടി. ഇതിലും വളരെ മനോഹരമായ റോളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിന്നെ ഡയറക്ടർ ശ്രീജിത്തിനോടും അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാതാക്കൾ ഫഹദ് ഫാസിലും അതുപോലെ ജിതി മാധവനും മറ്റ് എൻ്റെ കൂടെ സഹകരിച്ച എല്ലാ അണിയറ പ്രവർത്തകർക്കും ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും ഉയർച്ചയും എന്നും ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല ഈ സിനിമ പൈങ്കിളി എന്ന സിനിമ നിങ്ങൾ ഓരോരുത്തരും കണ്ട് വിജയിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ തമാശ പറഞ്ഞതല്ല. ഈ കുട്ടി പറഞ്ഞു നിങ്ങൾ ഇത്രയും കോളേജിന്റെ ഹെഡാണ്, അപ്പോൾ ബാക്കിയുള്ള കുട്ടികളെയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ടുപോയി ഈ സിനിമ കാണണം. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് പറയണം. ഞങ്ങൾ ചിരിച്ചിട്ടില്ലെങ്കിൽ ബാക്കി ഞാൻ പറയുന്നില്ല. ശരിക്കും അത് അമ്പാന്റെ പ്രകടനമൊക്കെ വേറെ തരത്തിലാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു അമ്പാനായിട്ടല്ല, ഇതിൽ വേറെ ഒരു തരത്തിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അത് ഇപ്പോഴും ഞാൻ പറയാണ്, ഓരോരുത്തരെ കൊണ്ടും അത് അഭിനയിപ്പിക്കുന്നതിൽ ഈ ഡയറക്ടർ അത്യധികം പാടുപെട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിചാരിച്ച സാധനം കിട്ടിയാൽ മാത്രമേ അദ്ദേഹം ഷൂട്ടിംഗ് നിർത്തുകയുള്ളൂ, ഷോട്ട് എടുക്കുന്നത് നിർത്തുകയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു സിനിമയാണ്. നിങ്ങൾ ഓരോരുത്തരും കാണണം. പിന്നെ ചന്തു, റോഷൻ ഇവരൊക്കെ വളരെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് അതിൽ. ഇത് പിന്നെ നിങ്ങളെല്ലാവരും കണക്കാക്കി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. ഏതായാലും എല്ലാവരും സിനിമ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാനൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വന്നതാണ് സിനിമയിൽ. ആരുമില്ല സിനിമയിൽ പരിചയമുള്ളത്. അപ്പോൾ എല്ലാവരെയും പോലെ സിനിമകൾ ഇങ്ങനെ കാണുമല്ലോ. ഇപ്പൊ പറഞ്ഞ ഈ ചതിക്കാത്ത ചന്തൂലൊക്കെ നമ്മൾ സിനിമ നമുക്ക് അതിന്റെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് നടക്കുന്നതെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോ നാടകത്തിലേക്കാണ് പിന്നീട് ഞാൻ ഇതിൽ ട്രൈ ചെയ്യാൻ. അനിൽകുമാർ സാറിന് ആണം ചെയ്യുന്ന സമയത്ത് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നേരത്തെ കുട്ടി പറഞ്ഞ പോലെ ഫീൽഡ് സ്വിച്ച് ചെയ്യുന്ന കാര്യം. അപ്പൊ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ പലരും കുറച്ചാള് നാടകത്തിൽ വരും, പിന്നെ സിനിമയിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ജോലിക്ക് നോക്കും, വേറെ പഠിക്കാൻ നോക്കും. അങ്ങനെ പലരും പല രീതിയിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കിണർ കുത്തുമ്പോൾ ഒരു സ്ഥലത്ത് കുത്തുക. അപ്പൊ കുത്തി 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 അത് പാലയൊക്കെ ആയാലും പൊട്ടി അവസാനം വെള്ളം വരും, പക്ഷെ കുറച്ച് സമയം എടുക്കും. പല സ്ഥലത്ത് പോയിട്ട് കുത്തരുത്. കുറച്ച് കുത്തി ഇവിടെ വെള്ളമില്ല, ഇപ്പുറത്ത് കുത്തി വെള്ളമില്ല. അപ്പൊ ഇങ്ങനെ കുത്തി കുത്തി നടക്കുന്നുള്ളൊരു പരിപാടിയായിരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് തന്നെ കുത്തുക എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുക. ഒരുപാട് എല്ലാം ആഗ്രഹിക്കുക, ഡ്രീം കാണുക. അത് ഡ്രീം കാണുക മാത്രമല്ല, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. ഒരുപാട് ആഗ്രഹിക്കുക. ഒരുപാട് ആഗ്രഹിച്ചാലേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ ഞാനതിന് ഈ പറഞ്ഞ സിനിമയിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ സൈഡിൽ കൂടെ ഒരു ജോബ് കൂടി കൊണ്ടുവരുന്നു. ലോജിസ്റ്റിക് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിനിടയിലൂടെയാണ് നമ്മൾ സിനിമയിലെ ഓഡീഷൻസിനും അതുപോലെ തന്നെ നാടകം ചെയ്യാൻ പോകുന്നു, എല്ലാ കാര്യങ്ങൾക്കും മീറ്റിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചോളൂ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പോകുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ എവിടെയെങ്കിലും മഴ മാറാൻ വേണ്ടിയിട്ട് കയറി നിൽക്കൂലേ. അപ്പോൾ മഴ മാറി കഴിയുമ്പോൾ അവിടെ ഇറങ്ങി, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ആ തൽക്കാലത്തെ കൂടെ ജോലിക്ക് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ എനിക്ക് പറഞ്ഞ പോലെ റീചാർജ് ചെയ്യാനാണെങ്കിലും പെട്രോൾ അടിക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും ട്രാവൽ എക്സ്പെൻസിനാണെങ്കിലും ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടുകാരടുത്ത് മേടിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ അടുത്ത് മേടിച്ചിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അത് ഒരുപാട് നനഞ്ഞടം കുഴിക്കുക എന്നുള്ളൊരു പേര് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ
ജോലിക്ക് പോയിക്കൊണ്ടാണ് ഞാൻ സിനിമയിൽ ട്രൈ ചെയ്തത്. അങ്ങനെ ഒരു കുറച്ച് 1-2 സിനിമകൾ ഞാൻ ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഇങ്ങനെയല്ല ആളുകൾ കാണുന്ന സിനിമയാണ് ചെയ്യേണ്ടത്. അപ്പൊ കുറച്ച് നാൾ ബ്രേക്കിന് ശേഷമാണ് ഞാൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചുരുളി സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പൊ ആ സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ജാനകൻ അഭിനയിച്ച് രണ്ടും ഒരു ദിവസവും റിലീസ് ആവുന്നത്. ചുരുളി ഒറ്റിക്കലും ജാനകൻ തിയേറ്ററിലും രണ്ട് രീതിയിൽ ഹിറ്റായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ രോമാഞ്ചത്തിലേക്ക് വരുന്നത്. രോമാഞ്ചം ഇവിടെ വരെ എത്തി നിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ള വളരെ സിമ്പിൾ ആയിട്ട് വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കേക്ക് കട്ടിംഗ് ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം. കേക്ക് കട്ടിങ് കേക്ക് കട്ടിങ്ങിന് വേണ്ടി യൂണിയൻ ഭാരവാഹികൾ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
തീരുന്നു